എല്ലാരും വിചാരിക്കും അല്ലേ, എന്താണ് ഇവരെന്താണ്, ഇതൊരു മഹാസംഭവം തന്നെയാണ് ഇവര്. मेरा महबूब आया है आवा और रागनी गाओ मेरा महबूब आया है അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോളാരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. അപ്പോ നിങ്ങൾ എന്തായാലും എന്താണ് മാക്സിമം ഇവരുടെ കാരണം ഇവർ രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്, ഇവർ പാടി കിട്ടുന്നത് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഈ കുടുംബത്തിനുണ്ടാവണം. നമസ്കാരം, സ്വാഗതം. നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് ബീന? ഞങ്ങള് നായരമ്പലത്താണ് നിൽക്കുന്നത്. നമുക്കറിയാലോ, ഏകദേശം നമ്മുടെ എറണാകുളത്ത് നമ്മുടെ എന്ത് പാലമാണത്, പാലം വഴി തിരിച്ചു നമ്മൾ വരുന്നു ഇളങ്ങുന്ന പുഴ കേട്ടിട്ടില്ലേ? വൈപ്പിൻ ടെസ്നിക്ക് ഒരുപാട് കഥാപാത്രം കൊടുത്തിട്ടുള്ള ബെന്നിച്ചേട്ടൻ. അപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ നാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ എന്തിനാ വന്നതെന്നുള്ളത് അല്ലേ സസ്പെൻസ് ആണ്. അതെ, ഞങ്ങളെല്ലാം ഡീറ്റെയിൽ, കാരണം ഇപ്പോൾ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നമ്മൾ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ബീന? ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. ഹലോ സജീഷേ, നമസ്കാരമുണ്ട്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വരാമെന്ന് പറഞ്ഞത്. സജീഷ് ശാലിനി വൈഫാണ്. 2 കുഞ്ഞു മക്കളുണ്ട്. മക്കളെ പേര് പറ. മോന്റെ പേരെന്താ? സംയുക്ത. മോളുടെ പേര് സായന്തന. 2 നല്ല ബ്യൂട്ടിഫുൾ നെയിംസ് ആണ്, സംയുക്തും സായന്തന കേട്ടോ. അപ്പൊ ബാക്കിയല്ല ഇത് എന്താണെന്ന് എല്ലാരും വിചാരിക്കും അല്ലേ, എന്താണ് ഇവരെന്താണ്, ഇതൊരു മഹാസംഭവം തന്നെയാണ് ഇവര്. ആ സംഭവം എന്താണെന്നാണ് ഇപ്പൊ നമ്മളിത് കാണാൻ. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അകത്ത് പോയിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് അറിയിക്കാം. അപ്പൊ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ മഹാസംഭവങ്ങൾ അല്ലേ. തുടക്കം ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ഈ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെറിയൊരു കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുതരാം. എന്താ സംഭവം ടെസ്റ്റ് പറ. അത് ഒരു 2-3 വർഷം എത്ര സതീഷ് നമ്മൾ പരിചയപ്പെട്ടിട്ട്? 2019 ഞാൻ സജീഷിനെ പരിചയപ്പെടുന്നത്. ഇവരുടെ വലിയൊരു ഫംഗ്ഷന് ഞാൻ വരികയാണ് അല്ലേ. അതെന്താ ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞേ? അത് ഞങ്ങളുടെ ഓർക്കസ്ട്രയുടെ വാർഷികം, ഹെലൻ കെല്ലറിന്റെ ജന്മദിനാഘോഷം പരിപാടി. ഓ, അതിനാണോ പറയാൻ പറ്റില്ല. കണ്ടു കാണാതെ ലോകത്ത് ഭയങ്കര കഴിവുള്ള ഒരു സ്ത്രീ ഹെലൻ കെല്ലർ. അവരുടെ ഒരു വാർഷികമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഓൾ കേരള ബ്ലൈൻഡ്സ് അല്ലേ എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു വലിയ വാർഷികത്തിൽ വെച്ചിട്ടാണ് ഞാൻ സജീഷിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം ഇന്ന് വരെ ഉണ്ട്. കാരണം എനിക്ക് അത്രയും ഈ ഒരു ഫാമിലി ആയിട്ട് ഒരു ബന്ധം വരാൻ കാരണം ഇവർക്ക് നമുക്ക് ദൈവമല്ല ബീന, ഒരുപാട് നമുക്ക് എല്ലാവർക്കും എല്ലാ പോരായ്മകളും ഉണ്ടാവും അല്ലേ. പക്ഷെ ദൈവം ഒരു അങ്ങനെ പോരായ്മ ഉള്ളവർക്കാണ് ദൈവം ഏറ്റവും കൂടുതൽ കഴിവ് കൊടുക്കുന്നത്. ആ ഒരു ഭയങ്കരമാണ് ആ കഴിവ്. പ്രത്യേകിച്ച് ബ്ലൈൻഡ്സിന്റെ കാര്യം പറയാനുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് കണ്ണില്ല എന്നുള്ള ഒറ്റ കുറവ് മാത്രമാണ് ദൈവം. ബാക്കിയെല്ലാം ഭയങ്കരമായ നോളജാണ്. ഞാൻ എന്താണ് നമ്മുടെ സജീഷിനെ പോലെ തന്നെ ഷിബു എന്ന് പറഞ്ഞ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു എന്നെ വിളിക്കും. ആ പുള്ളി വിളിക്കുമ്പോ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. നീ എന്നോട് ഈ ലോകത്തിലുള്ള കംപ്ലീറ്റ് സീരിയൽസിലും ഞാൻ പണ്ട് തപസ്യ അഭിനയിച്ചപ്പോ തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ആ ഷിബുവിന് അറിയാം. അപ്പൊ അവര് എന്ത് നമ്മൾ എങ്ങനെ ശ്വാസം എടുക്കുന്നത്, നമ്മൾ എവിടെ നടക്കുന്നു ഒക്കെ അവർക്ക് ശരിക്കും അവരുടെ മൈൻഡിലുണ്ട്. ഇവർ ഈ ഫാമിലിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനും വൈഫിനും കണ്ണു കാണില്ല, 2 പേരും. പക്ഷേ അവർ 2 പേരും 2 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. അവര് ഒരുപാട് ഗാനമേള നടത്തി പ്രോഗ്രാം നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. ഒക്കെ എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഈ ഒരു കോവിഡ് സമയത്ത് നമ്മളെ കൊണ്ട് പറ്റിയ, നമ്മളൊന്നും വലിയ കാശുകാരല്ലെങ്കിലും നമ്മൾ പറഞ്ഞറിഞ്ഞ് മറ്റുള്ളവർ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് സജീഷും ഫാമിലി. 2 പേരും ബ്ലൈൻഡ്സ് ആണ് ഓർക്കണം. കാരണം ഹസ്ബൻഡും വൈഫും
ബ്ലൈൻഡ് ആയിട്ടുള്ള 2 പേരാണ്. അവർക്ക് 2 മക്കളും. സജീഷിന്റെ അമ്മ കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ആ അമ്മയുടെ ഒരൊറ്റ ഇതിലാണ് ഈ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു പോകുന്നത്. കാരണം ഇത് 2 പേരും ഇങ്ങനെ ആവുമ്പോൾ ഒരു വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ആ അമ്മ ദീർഘായുസോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മക്കറിയണ്ട, അമ്മയ്ക്ക് വിഷമം വരണം. കാരണം ഒരു മകൻ ഇങ്ങനെ ഒരു മകൻ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. അങ്ങനെ ഒരു മകൻ ഈ അമ്മയ്ക്ക് ദൈവം കൊടുത്തു. ആ അമ്മ മകനെ പൊന്നുപോലെ വളർത്തിയതാ. ഇത്രയും വലിയൊരു മകൻ. ആ 2 പക്ഷെ ഒരു നല്ല ഗായകനാണ്, വലിയൊരു കലാകാരനാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അവർ ഉപജീവന മാർഗം കഴിക്കുകയാണ് ഇപ്പൊ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കിതൊന്ന് കാണിക്കാം. ശങ്കരു, നമ്മുടെ ഈ പെട്ടി ഒന്ന് കാണിച്ചേ. ഇതെന്താണ് ശരിക്കും ഒന്ന് പറഞ്ഞേ? ഇത് ശരിക്കും ഒരു DP സ്പീക്കർ എന്ന് പറയുന്നത്. DP സ്പീക്കർ അല്ലേ? ഇതിന്റെ അകത്ത് ബാറ്ററി ഉണ്ട്. അപ്പോ ചാർജ് ചെയ്തിട്ട് 8 മണിക്കൂർ നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു DP സ്പീക്കർ അല്ലേ? അതാണിപ്പോ. ഇത് വളരെയധികം ഞാനും പിന്നെയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കാണ്. കാരണം സജീഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. മാഡം, കോവിഡ് ഒക്കെയാണ്, എനിക്ക് ഗാനമേള നടത്തുന്ന സമയത്ത് ഈ എന്താ പറയാ നമ്മുടെ ജനറേറ്റർ അല്ലെ വാടകയ്ക്ക് എടുക്കണമല്ലോ. ജനറേറ്റർ പുറത്തല്ലേ, ഇവര് പബ്ലിക്കിലല്ലോ നടത്തുന്നത്. അപ്പൊ ജനറേറ്റർ വാടകയ്ക്ക് എടുക്കണം, അതിന്റെ കാശ് അവർ സമ്പാദിക്കണം. ഈ കിട്ടുന്ന കാശ് ജനറേറ്റർ വാടകയ്ക്ക് കൊടുക്കാനേ ഉള്ളൂ. ഇവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞപ്പം നമ്മളും വർക്ക് പരിമിതമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു കുറെ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്തു ഈ സജീഷിന്റെ ഈ സങ്കടം. ബീന അടക്കം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ എമൗണ്ട് അപ്പൊ തന്നെ ഇട്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് 22,000 മുകളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പെട്ടിയാണ്. അപ്പൊ ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് മൊത്തം ഇപ്പൊ വർക്കുകൾ കുറെ ഞാനും പേര് ഒരുപാട് ബിസിയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പരിധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യം കൈനീട്ടമായിട്ട് 2,000 രൂപ അങ്ങോട്ട് ആദ്യം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം ഒരുപാട് ഗ്രൂപ്പുകളിൽ വന്നപ്പോ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തക സീമാജി നായരുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ മദർ തെരേസ എന്ന് പറയപ്പെടുന്ന സീമ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ഇപ്പൊ ശരണ്യയുടെ ഒക്കെ അറിയാത്തത് ആരും ഉണ്ടാവില്ല. ആ സീമ ഉടനെ തന്നെ ജീത ചേച്ചി വഴി സീമ അറിയുകയും സീമ ഉടനെ തന്നെ അത് ഏറ്റെടുക്കുകയും ഉടനെ പുള്ളിയെ വിളിച്ചു. 2-3 ദിവസത്തിനകം സജീഷിന്റെ ക്യാഷ് കൊണ്ടത് കൈ കൊടുക്കുകയായിരുന്നു. സജീഷ് പറയൂ. അത് സിനിമയോട് ഇവിടെ വന്നു, ക്യാഷ് തന്നു. അതിനുശേഷം വാങ്ങിച്ച കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു. സിനിമത്തെ വിളിച്ചു പറഞ്ഞു. സിനിമത്തെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ ആദ്യമായിട്ട് പാടിയപ്പോൾ അവിടെ വന്നു, ഇത് കണ്ടു, പാട്ട് കേട്ടു. സീമ അവിടെ ഫസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് പാടിയപ്പോ സീമ അവിടെ വന്നിരുന്നു. അതെ അല്ലേ? ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഇനി ഒരുപാട് സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം. ഒരുപാട് സഹായം. ഈ വീട് തന്നെ അവരൊരു സ്പോൺസറാണിത്. ഈ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീടിന്റെ റെന്റ് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ ഈ വീടിന്റെ റെന്റ് കൊടുത്ത് അവർക്ക് ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. അവർക്കൊരു സ്ഥലമില്ല, അവർക്കൊരു വീട് വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗ് ചെയ്യുന്നത് അതിനൊക്കെ കൂടിയാണ്. നിങ്ങൾ നല്ല മനസ്സായ നമ്മൾക്കറിയാം, നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നിമിഷങ്ങൾക്കകമാണ് എത്രയോ കോടികൾ നമ്മൾക്ക് പിരിഞ്ഞു കിട്ടിയത്. സന്മനസ്സുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ മാത്രമല്ല, വിദേശങ്ങളിലൊക്കെ. സീമ ഇപ്പൊ പറയുമ്പോ തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടാണ് സീമയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്ര നല്ല മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ. നമ്മളിപ്പോ ഇത് മെയിൻ പറയാൻ തന്നെ ഇവർ അത്രയും നല്ല കലാകാരന്മാരാണ്. ഇവരുടെ പാട്ട് കേട്ടാൽ ശരിക്കും നമ്മൾ നെട്ടിപ്പോകും. ഞാൻ കേട്ടിട്ടുണ്ട് സജീഷിന്റെ പാട്ട്. നമുക്ക് രണ്ടുപേരും കേൾക്കാൻ പാടില്ല, രണ്ടുപേരും പാടുന്നത്. നമ്മൾ ഇതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാം. നമുക്ക് ഒന്ന് ഉദ്ഘാടനം നല്ല കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലോഗില് ഈ ഒരു പെട്ടി വാങ്ങിച്ചല്ലോ, അത്ഭുത പെട്ടി എന്ന് തന്നെ പറയും ഞാൻ ഈ പെട്ടിക്ക്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടണം കേട്ടോ സജീഷ്, രണ്ടുപേരും കൂടെ. ഓക്കെ, അതൊന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് നല്ല മനോഹരമായ ഒരു 4 വരി പാട്ട് ഈ യൂട്യൂബിൽ കുറച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ രണ്ട് വരി കേൾക്കാം നമുക്ക്. ഓക്കെ സജീഷ് പാടിക്കോ. ആരാരോ ആരിരാരോ അച്ഛന്റെ മോളാരോ
അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോളാരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോളാരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. കൊറേ പാട്ടുകളുണ്ട് നമുക്ക് യൂട്യൂബിൽ. അത്രയും പാട്ടുകളൊന്നും പാടാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ ഇതാണ് അവരുടെ പാട്ടിന്റെ ഒരു ഇത്. നമ്മൾ ഇതിന്റെ അകത്ത് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മിക്സറിലൊക്കെ ചെയ്യുമ്പോഴല്ലേ അതിന്റെ ഒരു അല്ലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പൊ അവർ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഇത് പാടി കേൾക്കുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് നമുക്ക് പുള്ളിക്കാരുടെ കാര്യം പറയേണ്ടത് കാര്യമുണ്ട്. അതല്ല ഒരു എന്താ പറയാ, പുള്ളിക്കാരെയും കണ്ണ് കാണാത്ത ആളാന്ന് വിചാരിക്കണം. പക്ഷെ ഈ വീട്ടിലെ കംപ്ലീറ്റ് കുക്കിങ്ങും അമ്മയുണ്ട്. അമ്മ പറയാണ് പുള്ളിക്കാരി എല്ലാം ചെയ്തത്. സാമ്പാർ വെച്ചാ പറയുന്നത്. അപ്പൊ എല്ലാം ഞങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ വെച്ചിരുന്നത്? പായസം വെച്ച് ഞങ്ങൾക്ക് പായസം വെച്ചാൽ നമുക്കത് കാണണം. എങ്ങനെയാണ് പുള്ളിക്കാരി പായസം ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടേ ബാക്കി കാര്യം. അതേ ഉള്ളൂ, നമുക്കത് കാണാം. ശാന്തി, നമുക്കൊന്ന് പായസം ഉണ്ടാക്കാം. പാല് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ പായസം ഉണ്ടാക്കാം. എങ്ങനെയാ കിച്ചണില് മോള് ഉണ്ടാവും എപ്പോഴും കൂടെ? ഇല്ല, ചിലപ്പൊക്കെ ഉണ്ടാവും. വലിയൊരു ഹെൽപ്പാണ് അല്ലേ? എല്ലാ സാധനങ്ങളും എടുക്കാനൊക്കെ അറിയാം. ശാലിനി അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് കത്തിച്ചു അല്ലേ? ഇനി എനിക്ക് അങ്ങനെ ഇപ്പൊ ഓരോ ഇതുണ്ടാവല്ലോ, ടിന്നുകളും ടിന്നുകളൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവല്ലോ, ഓരോന്നൊക്കെ ഇട്ട് വെക്കണതൊക്കെ. അപ്പൊ അത് കണ്ടുപിടിച്ചാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കണതൊക്കെ. അതെ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ചെയ്തോ. ഇപ്പൊ കത്തിച്ചു അല്ലേ? കത്തിച്ചു. തിളക്കട്ടെ. പാല് തിളച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാൻ സേമിയ ഇടാണ്. ഇതൊക്കെ നമ്മുടെ ശാലിനി ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്ന് ചെയ്യാണ്. എല്ലാ സ്ഥലവും അറിയാം അല്ലേ? എവിടെ എല്ലാം അറിയാം, എവിടേക്കാണ് വെച്ചിരിക്കണെന്നും ഒക്കെ അറിയാം. നമ്മള് കണ്ണ് കാണുന്നവര് അടുക്കള കയറാത്തവർ എത്ര പേരുണ്ട് ഈ ലോകത്തല്ലേ? ഇപ്പൊ കണ്ടോ, ശാലിനി ഒന്നും കാഴ്ച ഇല്ലാതെ ശാലിനി കുട്ടികൾക്ക് ഇന്ന് സാമ്പാർ വെച്ചു കൊടുത്തു, ചോറ് വെച്ചു കൊടുത്തു, പപ്പടം കാച്ചി. ഇപ്പൊ സേമി ഇട്ടു. ബീന വന്നല്ലോ. അല്ല, വേറൊരു കാര്യം പറയട്ടെ. ശാലിനിയുടെ ആ കാര്യം പറഞ്ഞില്ല ലക്ഷ്മി. കാരണം ശാലിനിക്ക് ചെറുപ്പത്തിലെ തന്നെ കാഴ്ച ഇല്ലാത്തതായിരുന്നില്ല കേട്ടോ. ശാലിനി ജനിച്ചപ്പോ കാഴ്ച ഉണ്ടായിരുന്നു. 3 വയസ്സ് വരെ കണ്ണ് നല്ല കാഴ്ചയുള്ള കുട്ടിയായിരുന്നു. കാര്യം പനി വന്നാണല്ലേ? പനി വന്നു. എന്നിട്ട് പിന്നെ അത് തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് അതിങ്ങനെ ലൈറ്റ് റേഡിയേഷൻ ചെയ്തു, തലക്ക് റേഡിയേഷൻ ചെയ്തപ്പോ അത് ഞരമ്പിൽ ബാധിച്ചു. അങ്ങനെ അപ്പൊ അതൊന്നും ആലോചിക്കില്ല. അപ്പൊ അങ്ങനെ ജനിച്ചപ്പോ കണ്ണ് കാഴ്ചയുള്ള കുട്ടിയായിരുന്നു. 2 കണ്ണും അല്ലേ? ഒരു കുഴപ്പമില്ല. 2 കണ്ണും നന്നായി കാണായിരുന്നു. മുളക് പൊടി ഒക്കെ എവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലം? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ എവിടെ? അവിടെയാണല്ലേ? ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മഞ്ഞപ്പൊടി. എല്ലാം കൃത്യമായിട്ട് അതൊക്കെ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ടിന്നുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. പിന്നെ എന്ന് വെച്ചാല് മണത്ത് നോക്കും. ഇന്ന് സാമ്പാർ വെച്ചതാണോ? ഇത് മുകളിലാണോ സാമ്പാർ വെച്ചത്? സാമ്പാർ വെച്ചത് ഫ്രിഡ്ജിലാണ്. വൈകുന്നേരം കമ്പളിക്ക് കളിച്ചു. സത്യം. അപ്പൊ അങ്ങനെ എന്തായാലും ശാലിനിയുടെ പായസം എടുക്കണം കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി പായസം കുടിക്കാനായിട്ട് അങ്ങോട്ട് വന്നേക്കാം. അങ്ങനെ ശാലിനി എന്ത് ചെയ്യത്? നെയ്യ് തളിക്കും അല്ലേ? നെയ്യ് തളിച്ചു. ഇതിപ്പോ മിക്സ് ആണ്. അപ്പൊ ഇതിലധികം ഒന്നും ഇടണ്ട. ഒന്നും ഇടണ്ട, എല്ലാം ഉണ്ട് അതിന്റെ. എല്ലാം ഇടുക. അപ്പൊ ഞങ്ങൾക്ക് പായസം അവിടെ കൊണ്ടുവരും. ഓക്കെ, പിന്നെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സലീഷ് പുതിയൊരാളെ കണ്ടല്ലോ. എന്റെ കൂടെ പഠനം ഷൈൻ അല്ലേ?
സജീഷിന്റെ കൂടെ തന്നെ പാടുന്ന ഷൈൻ വർഗീസ് ആണ്. പുള്ളിക്ക് അതെ, ബ്ലൈൻഡ് ആണ്. സ്ഥലം എവിടെയാണ്? തൊടുപുഴയാണ് കേട്ടോ. ഷൈൻ പഠിക്കുന്നൊക്കെ 2 വരി പാട്ട് കേൾപ്പിക്കാം അല്ലേ? അപ്പൊ ഈ പുള്ളി വരുന്നത് നിങ്ങൾ ഗാനമേള പോകാൻ നേരത്തെ പ്രോഗ്രാം ഉള്ള ദിവസം വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ ഈ കൊറോണയൊക്കെ കാരണം സ്വന്തം യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ സപ്പോർട്ട് വേണം. മൊബിലിറ്റി ഇല്ല. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ തനിയെ സഞ്ചരിക്കാനായിട്ട്. അപ്പൊ അതിനെ എളുപ്പമുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ആളുകളാണ് വന്ന് പിടിക്കുന്നതെന്നും പറയാൻ ഞാനിവിടെ സെക്യൂരിറ്റി നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി അല്ലേ? താമസിക്കുന്നുണ്ട് അല്ലേ? അതെ. ഇല്ല, ഞങ്ങള് 10 വർഷമായിട്ട് അത് കുഴപ്പമില്ല. ഇതൊരു എക്സ്പീരിയൻസ് കൂടെ. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും കാണാൻ വേണ്ടിയിട്ടാണ്. പായസം ഉണ്ടാക്കി കൊണ്ടുവന്നൊന്ന് കാണണം എനിക്ക് ആഗ്രഹം. അങ്ങനെ അത് സംഭവിച്ചു. എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് എളുപ്പമാണ്. ഷാനി പാല് സ്റ്റൗ വറ്റിക്കലേ കണ്ടു, വെള്ളം വെച്ചു അല്ലെ, പാല് വെച്ചു, ആ മിക്സ് അങ്ങോട്ട് ഇട്ടു അല്ലെ, നെയ്യ് ഒഴിച്ചു അല്ലെ. ഷാനി സാമ്പാർ ഉണ്ടാക്കിയ ആളാണ് ഇരിക്കുന്നത്. അത് സംഭവമാണ്. ഇത് നമ്മുടെ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചു. ജസ്റ്റ് പാല് കാച്ചു. വലിയ പണിയില്ല. ശാലിനി എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് അറിയാം. അതാണ് മതി. അങ്ങനെ നമ്മളൊക്കെ അതെ, ഞങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ തന്നെ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ യൂട്യൂബ് വഴിയാണ് പഠിച്ചു വരുന്നത്. അതല്ലേ? അങ്ങോട്ട് നോക്കി പറഞ്ഞേ ഷാനി, ക്യാമറ നോക്കി പറ. ഞാൻ യൂട്യൂബ് വഴിയാണ് പഠിക്കുന്നത്. ഞാൻ യൂട്യൂബ് വഴിയാണ് പഠിച്ചു വരുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ. നമ്മുടെ ലാലേട്ടൻ അടക്കം അങ്ങനെയല്ലേ യൂട്യൂബ് നോക്കിയിട്ടല്ലോ ഓരോന്നൊക്കെ ചെയ്യുന്നത് ലാലേട്ടൻ. അപ്പൊ നമുക്കൊരു 2 വരി പാട്ടും കൂടി പാടി നമുക്ക് ഈ സന്തോഷം പങ്കിടാം. പാട്ട് 2 വരി കേട്ടാലോ? 2 വരി. बहारों भूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है। आओ रागनी गाओ मेरा महबूब आया है, मेरा महबूब आया है। ओ लाली फूल की मेहंदी लगा इन गोरे हाथों में, उतर आए खटाता चल लगा इन प्यार हाथों में। बहारों भूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है। എന്റെ പൊന്ന് സഹോദരായ, വളരെ ഇഷ്ടപ്പെട്ട സോങ്. എന്ത് ഹൃദയസ്പർശിയായിട്ട് പാടിയ ഫീലൊക്കെ. അയ്യോ, ഇതൊക്കെ എപ്പോഴല്ലേ ഇപ്പൊ കേൾക്കുമ്പോഴും നമ്മുടെ ഭയങ്കര ആർദ്രതയുള്ള പാട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒന്ന് നോക്കട്ടെ, എനിക്ക് കൊതിയ ഒന്ന് കാണട്ടെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. മിക്സ് ചെയ്ത് കിട്ടുന്നതാണെങ്കിലും അത് ഉണ്ടാക്കേണ്ടതിന്റെ ഒരു കൈപ്പിടുത്തം ഭയങ്കര തന്നെയാണ് കേട്ടോ. നല്ല ഒന്നും പറയാനില്ല. അച്ഛനെ കൊടുക്ക്. അപ്പൊ നമുക്ക് അതെ. അപ്പൊ നല്ല പായസം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഞാനും കുടിക്കാം. ഷാലിനി ഒരുപാട് താങ്ക് യു കേട്ടോ. നല്ല കൈപ്പുണ്യമുണ്ട് ഷാലിനിക്ക്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് പോലെ എത്ര നല്ല സുന്ദരമായ ഒരു പായസം. എനിക്ക് സന്തോഷമായി.
താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, കാരണം നിങ്ങളെ ഇതേപോലെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സരീഷിനൊന്ന് കാണണം, കുടുംബത്തെ പരിചയപ്പെടണം. അറിയാം, ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും സജീഷിന്റെ നമ്പർ ഞങ്ങൾ ഇതില് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താണ് മാക്സിമം ഇവരുടെ ഹെൽത്ത്, കാരണം ഇവർ 2 കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്, ഇവർ പാടി കിട്ടുന്നത് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഈ കുടുംബത്തിനുണ്ടാവണം. സീമ എന്തായാലും ഇപ്പൊ ഇത് ചെയ്തു, സീമ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. സീമ അത്രയും വലിയ 2 കാര്യത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 പേർക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും ചെയ്യും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സഹകരണം കൂടി എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്നത് സലീഷിന്റെ നമ്പർ വിളിച്ച് സലീഷിന് പറ്റുന്ന ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ചെയ്യും. എന്തായാലും ടെസ്ഫീൻസ് വ്ലോഗ്സിന്റെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു സന്തോഷകരമായ ബ്ലോഗ് ഞങ്ങൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു. നമ്മളിപ്പോൾ സലീഷിന്റെ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. എങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള ഒരു പേടിയായിരുന്നു അല്ലേ ബീന? അതെ, ഞങ്ങൾ വൈൻഡപ്പ് കഴിഞ്ഞ് ഇതിൽ കയറി. ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ 2 പേരും ബ്ലൈൻഡ്സ് ആണ്, 2 കുട്ടികൾ, പുള്ളിയുടെ അമ്മയുണ്ട്. അപ്പോൾ ലൈഫ് അവർ എത്രമാത്രം സഫർ ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അതിന്റെ കൂടെ ദൈവം അവർക്കൊരു പരീക്ഷണം കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം നമുക്കറിയാം ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാണ് എല്ലാം ലൈഫിൽ എല്ലാവർക്കും വരുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈഫിന് ക്യാൻസർ ആണ്, ഒരു ബ്രസ്റ്റ് ക്യാൻസറും കൂടിയാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കൂടെ. ആ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കീമോ ഒന്നുമല്ല ചെയ്യുന്നത്. അട്ടപ്പാടി ആദിവാസികളുടെ അവിടെ പോയിട്ട് ഡോക്ടർ പച്ചമരുന്നുകൾ വെച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. കീമോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആവുമല്ലോ, അതുകൊണ്ട് അട്ടപ്പാടി പോയിട്ടാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പം കുറച്ച് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും അട്ടപ്പാടിക്ക് മിനിഞ്ഞാന്ന് പോയി പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിന്റെ ട്രീറ്റും കൂടിയാണ്. അപ്പൊ അതും കൂടി സലീഷിന്റെ ഒരു ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ടും കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ടേ കൊടുത്തു. അന്ന് സീമ പോയപ്പോഴും ഇതെല്ലാം കൊടുക്കുന്ന കയ്യിലും ഒരു എമൗണ്ട് കൊടുത്തോണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റാന്ന് ഒരു പരിധി ഉണ്ട്. അതെ, ഞങ്ങള് അറിയാലോ നമ്മളൊക്കെ ചെറിയ ഒരു ഇതില് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ശരിക്കും പറഞ്ഞാല് നല്ലോണം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ ഇടും. പിന്നെ ഞങ്ങള് പിന്നെ പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ പ്രസ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കാണണം. എന്തായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഞാൻ ഇട്ടപ്പോഴും എനിക്ക് എത്രയോ പേര് അപ്പൊ തന്നെ പറഞ്ഞറിയോ മാം ഓൾറെഡി ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് ഇപ്പൊ തന്നെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ 2 പേരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ സർവേഷനോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെയും സപ്പോർട്ടോടുകൂടി. ഓക്കെ, അപ്പൊ താങ്ക് യു. ബൈ. വിട്ടോ വണ്ടി. ഓക്കെ, വണ്ടി എടുക്കട്ടെ. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട്